ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അരി ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് സാധാരണയായി ബേക്കറിയിൽ നിന്നും കിട്ടുന്ന പോലത്തെ ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനായി നമുക്ക് ബേക്കറിയിൽ പോയി വാങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ വന്നാൽ നമുക്ക് വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാനേ ഉള്ളൂ. ഇതിനൊരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. കുറച്ച് അരിപ്പൊടി വേണം, ശർക്കര വേണം, നെയ്യ് വേണം. നെയ്യ് ഇല്ലെങ്കിൽ ഓയിലായാലും മതി, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. ഇനി ഇത് കണ്ടോ, നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു തേങ്ങ 250 ml 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ച് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം ഇത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അരയ്ക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത ശേഷം ബാക്കി വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 250 ml 4 കപ്പ് വെള്ളം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി. അതായത് ഇത് വറുത്ത പൊടിയാണ്. നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന അപ്പം, ഇടിയപ്പം അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. അല്ല, പുട്ടിൻ്റെ പൊടി ഹൽവയ്ക്ക് എടുക്കരുത്. ഇത് തീരെ തരികളില്ലാത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അത് നമുക്കിതിലേക്ക് കട്ടകളില്ലാതെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ട കെട്ടി കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ലതുപോലെ കലക്കിയെടുക്കുക. ഇത് ഞാനിവിടെ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത് ഹൽവ ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. കട്ടകളുണ്ടെങ്കിൽ അരിപ്പയിൽ വീഴും. അതറിയാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക. ഹൽവ ഉണ്ടാക്കാനായി കുറച്ച് വലിയ പാത്രം നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇളക്കാനും എളുപ്പമായിരിക്കും. തീരെ കുഞ്ഞു പാത്രമായാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ചുവട് കട്ടിയുണ്ടെങ്കിൽ അടിക്ക് പിടിക്കില്ല. ഇനി ഞാനിവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അല്പം ഒന്ന് തണുത്തതിന് ശേഷം അരിപ്പയിൽ കൂടി ഒഴിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ചെളിയും അഴുക്കൊക്കെ കാണും, അതുകൊണ്ട് ഇത് അരിച്ച് തന്നെ എടുക്കണം ശർക്കര. ഇതെല്ലാം കൂടി അങ്ങോട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി ഇത് അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 15 മിനിറ്റ് ആയപ്പോൾ ഈ പരുവത്തിനായി. ഇത് അടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ അടുത്തൊരു ഹെൽപ്പിന് ഒരാളെ കൂടി വെച്ചേക്കണം. ഒറ്റയ്ക്ക് ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങരുത്, കൂടെ ഒരാളുണ്ടായിരിക്കണം. കാരണം നമുക്കൊന്ന് കൈ കഴിച്ചാലൊന്ന് ഇളക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു അല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഉപ്പുപൊടി നമ്മുടെ തേങ്ങാപ്പാലിൽ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ആ സമയത്ത് മറന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇതിങ്ങനെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അടുത്ത് നിൽക്കുന്ന ആളെ കൊണ്ട് കൈ അടയ്ക്കുമ്പോൾ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂറായിട്ടുണ്ട് ഇളക്കി. ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. 3/4 മണിക്കൂർ ടൈമായപ്പോൾ ഈ പരുവമായി. ഇപ്പോഴും നമ്മൾ അടി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊള്ളുക. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ആകെ ഞാൻ മൊത്തം ഇതിൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൈ കഴയ്ക്കുന്നുണ്ടെങ്കിൽ, കൈക്ക് ഇളക്കാനായി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലല്ലേ നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്.
ഇത് നമുക്ക് കൈ കഴിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല. കൂടുതൽ ഓയിലി ആയിട്ടിരിക്കണമെന്നുള്ളവർ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. കാഷ്യൂ നട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആകെ 4 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഇത് കണ്ട ഒട്ടും തന്നെ അടുക്കി പിടിച്ചിട്ടില്ല. അതെ കാണാമല്ലോ, ഒട്ടും അടുക്കി പിടിച്ചിട്ടില്ല. നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്. ഇതിവിടെ ഞാനിവിടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അടുത്ത് എൻ്റെ മോനെ, അവൻ പറയുന്നുണ്ട് ഹലുവ തയ്യാറായിട്ടുണ്ടോ, മതി നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു പാകമായിട്ടില്ല, കുറച്ചുകൂടെ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കട്ടിയാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഇളക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിർത്താം. ഇതിപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൽ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഓയിലെന്ന് പറയുമ്പോൾ നെയ്യാണ് ഞാൻ പുരട്ടിയിരിക്കുന്നത്. അത് നമുക്ക് അതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്ലാസ് കൊണ്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ ആകുമ്പോൾ നല്ലതായി തണുക്കും. ഇത് നല്ലതുപോലെ തണുത്തിട്ടില്ല. ഞാനിപ്പോൾ തന്നെ മുറിക്കുന്നുണ്ടത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തയ്യാറായിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായാലും നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തയ്യാറായിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.